ഇന്ന് രാത്രി മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ അതിന്റെ 22 മുതൽ 34 വരെയുള്ള ഒരു വേദഭാഗമാണ്. അപ്പൊ ഈ വേദഭാഗങ്ങളിലൂടെ നമ്മൾ കടന്നു വരുമ്പോൾ ഇവിടെ കണ്ണിന്റെ വെളിച്ചത്തെ കുറിച്ച് സംസാരിക്കുന്നു. അതുപോലെ തന്നെ രണ്ടാമതായി ഗുരുക്കന്മാരുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് സംസാരിക്കുന്നു. മൂന്നാമതായി വിഷമത്തിൽ നിന്നുള്ള ഒരു സ്വാതന്ത്ര്യത്തെ നമുക്കിവിടെ കാണാൻ കഴിയും. 3 കാര്യങ്ങളാണ് ഈ വേദഭാഗത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവർ മനസ്സിലാക്കണം, ഈ ഗിരിപ്രഭാഷണം 5-ാം അധ്യായത്തിൽ ആരംഭിച്ചിട്ട് 7-ാം അധ്യായത്തിൽ അവസാനിക്കുന്നതിന് മുമ്പേ ഈ 6-ാം അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങളിൽ ശക്തമായി പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് കണ്ണിന്റെ വെളിച്ചം, ഗുരുക്കന്മാരുടെ തെരഞ്ഞെടുപ്പ്, വിഷമത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം എന്നിങ്ങനെ അർത്ഥമാക്കി ശക്തമായ ദൈവരാജ്യത്തിന്റെ വളർച്ചയ്ക്ക് നമുക്ക് ആവശ്യമായ ശ്രേഷ്ഠവും മൂല്യവും ഗഹനവുമായ ഒരു കാര്യം ഇവിടെ വ്യക്തമാക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്താണ്. ഹല്ലേലൂയ. വാസ്തവത്തിൽ ദൈവത്തിന്റെ മക്കൾ യഥാർത്ഥ ദൈവരാജ്യത്തിന്റെ പൗരന്മാരാണ് എന്ന് ഇവിടെ ഓർമ്മിപ്പിക്കുക. നാം ക്രിസ്തുവിന്റെ അനുയായികളായി യഥാർത്ഥമായി തന്നെ ജീവിച്ചു കാണിച്ചു കൊടുക്കണമെന്നുള്ള ദൈവിക ഉദ്ദേശത്തെ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ 3 യാഥാർത്ഥ്യങ്ങളെ യേശു അഭിസംബോധന ചെയ്യാണ് മനുഷ്യന്റെ അസ്തിത്വത്തോടുള്ള ബന്ധത്തിൽ. അതായത് 1 സമ്പത്ത്, ഉത്കണ്ഠ, ആരാധന എന്നിങ്ങനെ തലങ്ങളിലേക്ക് ഡിവൈഡ് ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, അത് നമ്മുടെ ഹൃദയത്തിന് വളരെ ചലഞ്ച് ചെയ്യുന്നതാണ്, ബലം നൽകുന്നതാണ്. 6-ാം അധ്യായത്തിൽ 19-ഉം 21-ഉം വചനത്തിൽ നമുക്കറിയാം, ഭൂമിയിലെ നിക്ഷേപങ്ങൾ ശേഖരിക്കുന്നതിന് എതിരെ ദൈവം മുന്നറിയിപ്പ് നൽകുന്നു എന്ന് നമ്മൾ പഠിക്കാനിടയായി. കാരണം ഭൗമിക സമ്പത്ത് എന്ന് പറയുന്നത് താൽക്കാലികമാണ്. എല്ലാവരും എന്നോട് ചേർന്ന് പറഞ്ഞാണ്ട്, ഭൗമിക സമ്പത്ത് എന്താണ്? താൽക്കാലികമാണ്. നമ്മൾ തിരുവെടുത്ത് പഠിക്കുമ്പോൾ 22-23 വാക്യത്തിൽ കണ്ണിനെ ശരീരത്തിന്റെ വിളക്കായിട്ടാണ് ക്രിസ്തു ഇവിടെ സംസാരിക്കുന്നത്. നാം എന്തിൽ ദൃഷ്ടി കേന്ദ്രീകരിക്കണം? നമ്മുടെ ആന്തരിക വെളിച്ചത്തെ, ഇരുട്ടിനെ ഇവിടെ വ്യക്തമായി നിർണയിച്ചുകൊണ്ട് കർത്താവ് സംസാരിക്കുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, സ്വർഗത്തിലെ ദൈവം നമ്മുടെ ഹൃദയശുദ്ധിയെ കാണാൻ ആഗ്രഹിക്കുന്നു. അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ 24-ാം വാക്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത അവകാശവാദത്തെ ഇവിടെ ഉന്നയിക്കുകയാണ്. ആർക്കും ഒരിക്കലും 2 യജമാന്മാരെ ഒരേപോലെ സേവിക്കാൻ കഴിയുകയില്ല എന്ന് കർത്താവിന്റെ വചനം പറയുന്നു. ദൈവത്തെയും മാമോനെയും കുറിച്ചുള്ള വിഷയത്തെ ആത്മതമാക്കി ദൈവം ഇവിടെ ശക്തമായ നമ്മുടെ മനുഷ്യത്വ ജീവിതത്തിൽ തുറന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണിച്ചു തരുന്നത്. അടുത്തത് 25-ഉം അതുപോലെ തന്നെ 34 വരെയുള്ള ഒരു നീണ്ട വാക്യം, നീണ്ട ഒരു പാരഗ്രാഫിൽ യേശു കർത്താവ് ഉത്കണ്ഠയെ കുറിച്ച് സംസാരിക്കുന്നു. ദൈവത്തിന്റെ മൃദുതുല്യമായ ഒരു വലിയ പരിചരണം, ഒരു വലിയ ആശ്രയം നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ട് എന്ന് കർത്താവ് ഇവിടെ പഠിപ്പിക്കുകയാണ്. അതായത് ദൈവത്തിന്റെ രാജ്യത്തെ അന്വേഷിക്കണമെന്നും ആ ദൈവരാജ്യം അന്വേഷിക്കുന്നവന് എപ്പോഴും തൃപ്തിയുള്ള സന്തുഷ്ടമായ ഒരു ഹൃദയം ഉണ്ടാകുമെന്ന് ഈ വേദവചനത്തിലൂടെ കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ നമുക്ക് 1-ാമത്തെ ഭാഗത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. അതായത് സുവിശേഷം 6-ാം അധ്യായത്തിൽ അതിന്റെ 22-23 ഭാഗത്തിലേക്ക് നമുക്കൊന്ന് അല്പമായി നമുക്കൊന്ന് മനസ്സിലാക്കാം. അവിടെ എന്താണ് പറയുന്നത്? ശരീരത്തിന്റെ വെളിച്ചം എന്താണ്? കണ്ണാണ്. അതിനാൽ നിങ്ങളുടെ കണ്ണ് നല്ലതാണെങ്കിൽ നിങ്ങളുടെ ശരീരം മുഴുവനും എന്ത് ചെയ്യും? പ്രകാശത്താൽ നിറഞ്ഞിരിക്കും. ഇങ്ങനല്ലേ പറയുന്നത്? അപ്പോൾ തന്നെ തിരുവെടുത്ത് പറയുന്നു, എന്നാൽ നിങ്ങളുടെ കണ്ണ് മോശമാണെങ്കിൽ നിങ്ങളുടെ ശരീരം മുഴുവൻ എന്ത് ചെയ്യും? ഇരുട്ട് നിറഞ്ഞതായിരിക്കും. വാസ്തവത്തിൽ പ്രിയമുള്ളവരെ, ഇതിന്റെ ചരിത്ര പശ്ചാത്തലം നമ്മൾ പഠിക്കുമ്പോൾ യഹൂദ ചിന്തയിൽ കണ്ണ് എന്ന് പറയുന്നത് ഭൗതികമായ ശരീര അവയവത്തെക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നായിട്ടാണ് അവർ മനസ്സിലാക്കിയിരിക്കുന്നത്. ഈ കണ്ണ് എന്ന് പറയുമ്പോൾ അതിലുള്ള ഉദ്ദേശത്തെ വ്യക്തമാക്കുന്നു, ആഗ്രഹത്തെ വ്യക്തമാക്കുന്നു, ശ്രദ്ധയെ വ്യക്തമാക്കുന്നു എന്ന് ഇവിടെ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ഒരു നല്ല കണ്ണുണ്ട്, ഒരു ദുഷ്ട കണ്ണുണ്ട് എന്ന 2 വ്യത്യസ്തമായ ചിത്രമാണ് അല്ലെങ്കിൽ ചിന്തകളാണ് ഇവിടെ വെക്കുവാനിടയാകുന്നത്. ഹീബ്രുവിൽ ഇതിനെ ഐൻ തോവ എന്നാണ് പറയുന്നത്. നല്ല കണ്ണ് എന്ന് പറയുമ്പോൾ ഐൻ തോവ. അപ്പൊ ഈ ഐൻ തോവ എന്ന് പറയുമ്പോൾ അതിൽ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ചിന്ത ഇതാണ്:
യഥാർത്ഥമായ ലക്ഷ്യത്തിലുള്ള ഒരു വ്യക്തതയെ വ്യക്തമാക്കുന്നു. അതായത് ദൈവത്തിലുള്ള ദൃഷ്ടി യഥാർത്ഥമായി ക്ലിയറോടെ വ്യക്തതയോടെ എല്ലാം കാണത്തക്ക നിലയിൽ ഒരു കറുപ്പനുഭവം ഇല്ലാതെ, ഒരു കറുത്ത അവസ്ഥയില്ലാതെ ക്ലിയറായി കാണത്തക്ക നിലയിലുള്ള നല്ല കണ്ണിനെ ഇവിടെ പ്രതിനിധാനം ചെയ്യുന്നു. ഇതിനകത്ത് ഉദാരതയുണ്ട് എന്ന് വ്യക്തമാക്കിയാണ്. ഹല്ലേലൂയ. ദൈവത്തോടുള്ള നിശ്ചയമായ ഒരു തുറന്ന മനസാക്ഷി ഇവിടെ വ്യക്തമാക്കിയാണ്. കാരണം നല്ല കണ്ണ് എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ അത് നിലനിർത്തി കൊണ്ടുപോകുക എന്ന് പറയുന്നത് ദൈവത്തിന്റെ സഹായത്തോട് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് ഇവിടെ വ്യക്തമാക്കിയാണ്. അപ്പോൾ തന്നെ ചീത്ത കണ്ണ് എന്ന് പറയുന്നു. ചീത്ത കണ്ണിന് ഇവിടെ എബ്രായിൽ ഐൻ റഹ എന്ന പദമാണ്. ഐൻ റഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചീത്ത കണ്ണ് എന്ന് പറയുമ്പോൾ അസൂയ, അത്യാഗ്രഹം, അതുപോലെ തന്നെ അമിതമായ ആർത്തി എന്നിങ്ങനെയുള്ള പദങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ചീത്ത കണ്ണ് എന്നുള്ള പദമാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കി തരുവാൻ കഴിയുന്നത്. അതുകൊണ്ട് കണ്ണ് എന്ന് പറയുന്നത് ശരീരത്തിന്റെ വെളിച്ചം കണ്ണാണെന്ന് പറയുമ്പോൾ പ്രിയമുള്ളവർ മനസ്സിലാക്കണം, നമ്മുടെ കണ്ണ് നല്ലതാണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹല്ലേലൂയ, നമ്മുടെ ഉദ്ദേശം, നമ്മുടെ ആഗ്രഹം, നമ്മുടെ ശ്രദ്ധ യഥാർത്ഥത്തിൽ നല്ലതാണെങ്കിൽ അതിനകത്ത് ക്ലാരിറ്റിയോടുകൂടിയുള്ള ഒരു കാഴ്ച നമുക്ക് ലഭിക്കും എന്ന് വ്യക്തമാക്കുന്നു. തുറന്ന മനസാക്ഷിയോടെ കാണാനുള്ള ഒരു കാഴ്ച നമുക്ക് ലഭിക്കുന്നു എന്ന് വ്യക്തമാക്കിയ അത് നിമിത്തം നമ്മുടെ ശരീരം മുഴുവൻ പ്രകാശത്താൽ നിറഞ്ഞിരിക്കും. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കുന്നത് ദുഷ്ടക്കണ്ണ്. ഹല്ലേലൂയ. ഈ ദുഷ്ടക്കണ്ണ് എന്ന് പറയുന്ന ഐൻ റഹ എന്ന് പറയുന്ന ഹീബ്രു ഭാഷയിൽ അസൂയ നിറഞ്ഞ, അത്യാഗ്രഹം നിറഞ്ഞ, അമിത ആർത്തിയോട് നിറഞ്ഞിരിക്കുന്ന ഈ ദുഷ്ടക്കണ്ണ് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാമോ? നമ്മുടെ ശരീരം മുഴുവൻ എന്ത് ചെയ്യും? ഈ ഇരുട്ടുകൊണ്ട് നിറയ്ക്കും എന്ന് ഇവിടെ പഠിപ്പിക്കുകയാണ്. എത്ര പേർക്ക് ആമേൻ ദൈവത്തെ സ്തുതിപ്പാൻ കഴിയും? ഹല്ലേലൂയ. കാര്യങ്ങൾ മനസ്സിലാകുന്നു ഞാൻ വിശ്വസിച്ചോട്ടെ. അപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് ഈ വചനത്തിൽ നിന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ ശരീരത്തിന്റെ ആത്മത്വം മുഴുവനും, നമ്മുടെ ശരീരത്തിന്റെ ആത്മത്വം മുഴുവനും സത്യവും സന്തോഷവും യഥാർത്ഥമായ ദിശയിലൂടെ പോകുവാൻ കർത്താവ് ഇന്ന് രാത്രി നമ്മളെ ബുദ്ധി ഉപദേശിക്കുകയാണ്. ഇത് ചില കഷ്ടപ്പാടുള്ള പണിയാണ്. കേൾക്കാൻ സുഖമാണെങ്കിലും ഇത് ചില കഷ്ടപ്പാടുള്ള പണിയാ. സ്വർഗരാജ്യത്തിൽ അങ്ങ് പെട്ടെന്ന് എത്താൻ പറ്റത്തില്ല പ്രിയരെ. ഭയങ്കരമായിട്ട് വില കൊടുക്കണം. ഹല്ലേലൂയ. ഒരുപാട് മൂർച്ചയുള്ള ആയുധം എന്ന പോലെ, ഹല്ലേലൂയ, തികവുറ്റ വ്യക്തിത്വം എന്ന പോലെ ആത്മാവിന്റെ സാന്നിധ്യത്തിൽ മുഴു ശരീരവും ദൈവത്തോട് സമീപിച്ചു നിൽക്കുവാൻ, ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ ഇവിടെ ഒരുപാട് വില കൊടുക്കണമെന്ന് ഈ ദൈവത്തിന്റെ പുസ്തകമാകുന്ന മത്തായിയുടെ സുവിശേഷത്തിന്റെ 6-ാം അധ്യായത്തിൽ വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് തിരുവെഴുത്ത് പറയുന്നു, മനുഷ്യന്റെ മുഴുവൻ അസ്തിത്വവും യഥാർത്ഥത്തിൽ എന്തായി മാറണം? സത്യം കൊണ്ട് നിറഞ്ഞിരിക്കണം, സന്തോഷം കൊണ്ട് നിറഞ്ഞിരിക്കണം, യഥാർത്ഥ ദിശയിലേക്ക് മാറണം. ശരീരത്തിന്റെ ഉച്ചി മുതൽ ഉള്ളം കാലുവരെയും പൂർണ്ണമായിട്ട് തെറ്റുകൂടാതെ അവയവങ്ങൾ ഒന്നുപോലെ സാക്ഷ്യപ്പെടുത്തണം. ഇത് സത്യമാണ്, ഇതിൽ അസത്യമില്ല, ഇതിൽ നീതിയുണ്ട്, ഇതിൽ അധാർമികതയില്ല എന്ന് ഉച്ചി മുതൽ ഉള്ളംകാല് വരെ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു അമൂല്യമായ അനുഭവത്തിലേക്ക് ഈ മനുഷ്യന്റെ അസ്തിത്വം മാറണം. അതുകൊണ്ട് ഈ ശരീരം അശുദ്ധമാക്കാൻ പറ്റത്തില്ല. ഈ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്, ഇത് ദൈവത്തിന്റെ ആലയമാണ്. ഈ ശരീരത്തിൽ യഥാർത്ഥമായ വെളിച്ചം നിറഞ്ഞു നിൽക്കണം. നമ്മുടെ ആന്തരിക ജീവിതത്തിൽ ഇരുട്ട് നിറയാൻ പാടില്ല എന്ന് ഇവിടെ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. ഇരുട്ട് എന്നത് വാസ്തവത്തിൽ എന്താണ്? അജ്ഞത മാത്രമല്ല എന്ന് മനസ്സിലാക്കണം. അതൊരു ആത്മീയ അന്ധതയാണ്. വെളിച്ചം എന്ന് പറയുമ്പോൾ അത് അറിവ് എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നില്ല. അതിനപ്പുറത്ത് ഹല്ലേലൂയ യഥാർത്ഥമായ ദൈവത്തെ കുറിച്ചുള്ള ആത്മീയ കാഴ്ചപ്പാടിലേക്ക് മാറുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, ഇവിടെ ശരീരത്തിന്റെ വിളക്ക് എന്താണ്? കണ്ണ് എന്ന് പറയുമ്പോൾ തിരുവെഴുത്തുകളിൽ നിക്ഷിപ്തമായിരിക്കുന്ന സത്യവും വെളിച്ചവും വിശുദ്ധിയും ദിവ്യ സാന്നിധ്യവും ഒരുമിച്ച് വന്നു ചേരുകയാണ്.
അതുകൊണ്ടാണ് യോഹന്നാൻ പറയുന്നത് 3:19 ഇരുട്ട് പാപത്തെയും ഇരുട്ട് വഞ്ചനയെയും ഇരുട്ട് ദൈവത്തിൽ നിന്ന് വേർപിരിയലിനെയും പ്രതിനിധീകരിക്കുന്നു എന്ന് ഇവിടെ വ്യക്തമാക്കിയാണ്. ഒന്നുകൂടെ എന്റെ കൂടെ ചേർത്ത് പറഞ്ഞാട്ട്, ഇരുട്ട് എന്താണ്? പാപത്തെയും ഇരുട്ട് എന്താണ്? വഞ്ചനയെയും ഇരുട്ട് എന്താണ്? ദൈവത്തിൽ നിന്നുള്ള വേർപിരിയലിനെയും എന്ത് ചെയ്യുന്നു? വേർതിരിക്കുന്നു എന്ന് വചനം വ്യക്തമാക്കുന്നു. അപ്പൊ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു സത്യം ഇതാണ്: ദിവ്യ വെളിച്ചത്തിന്റെ അല്ലെങ്കിൽ യഥാർത്ഥ സന്തോഷത്തിലേക്ക് നാം മാറണം എന്ന് പരിശുദ്ധാത്മാവ് ഉപദേശിക്കുകയാണ്. ആന്തരികമാകുന്ന ഇരുട്ട് നമ്മളെ എന്ത് ചെയ്യുന്നു? അടിമത്തത്തിലേക്ക് നീക്കുന്നു, നിരാശയിലേക്ക് നീക്കുന്നു എന്ന് വചനം വ്യക്തമാക്കുന്നു. അതുകൊണ്ട് ഒരു ദൈവ പൈതൽ എപ്പോഴും ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുക എന്ന് പറയുന്നു, ഉയരത്തിലുള്ളത് അന്വേഷിക്കുക എന്ന് പറയുന്നു, ക്രിസ്തുവിൽ മറയുക എന്ന് പറയുന്നു. അപ്പൊ ദൈവിക സമാധാനത്തിന്റെ യഥാർത്ഥമായ കാഴ്ചപ്പാടിലേക്ക് നമ്മൾ എത്തപ്പെടണമെങ്കിൽ ഇവിടെ ദൈവിക സമ്പത്ത് ആവശ്യമാണ്. ഭൗതിക സമ്പത്തോ പദവിയോ സ്വയം മഹത്വമോ അല്ല എന്നിവിടെ വ്യക്തമാക്കിയാണ്. ഭൗതിക സമ്പത്തോ പദവിയോ സ്വയം മഹത്വമോ നാം തിരിച്ചറിയുന്നുവെങ്കിൽ അത് നമ്മുടെ ഉത്കണ്ഠയിലേക്കും അസ്വസ്ഥതയിലേക്കും നിരാശയിലേക്കും മാറ്റും. എന്നാൽ ഒരു ദൈവിക സമ്പത്തിലേക്ക് മാറണമെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള അറിവും ജ്ഞാനവും നമുക്ക് ആവശ്യമാണ്. ദൈവാത്മാവിന്റെ ദിവ്യ സാന്നിധ്യം കൂടെ വരണം. അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ 2 യജമാന്മാരെ കുറിച്ച് പറയുന്നു. ഒന്ന് ദൈവം, 2 മാമോൻ. മാമോൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പണം. പ്രൈസ് ദി ലോർഡ്. 2 യജമാനന്മാരെ സേവിക്കാൻ ആർക്കും കഴിയുകയില്ല. നിങ്ങൾക്ക് ദൈവത്തെയും പണത്തെയും സേവിക്കാൻ കഴിയുകയില്ല എന്ന് ഇവിടെ വചനം വ്യക്തമാക്കിയാണ്. അപ്പോൾ 1-ാം നൂറ്റാണ്ടിൽ ആ കാലഘട്ടത്ത് മനസ്സിലാക്കുക, അടിമത്തം സാധാരണമായിരുന്നു. ഒരു അടിമയും യജമാനനും തമ്മിലുള്ള ബന്ധം ഇവിടെ വ്യക്തമാക്കുകയാണ്. ഒരിക്കലും ഒരു അടിമയ്ക്ക് വിശ്വസ്തതയെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വിഭജിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണ വിശ്വസ്തയോട് അവനവന്റെ യജമാനനെ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തിരുവഴുത്ത് പറയുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിനും മാമോനും ഇടയിലുള്ള ഈ വിഭജിതമായ ഈ പ്രത്യയശാസ്ത്രപരമാകുന്ന ഈ അകലിച്ച ഒരിക്കലും ദൈവത്തിന്റെ നീതി അവൻ നിർവഹിക്കാൻ വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന ഒരു ഘടകമാണ്. അതുകൊണ്ട് ഇതിന്റെ ആഴത്തിലേക്ക് നമുക്കൊന്ന് കടന്നു പോകേണ്ടിയിരിക്കുന്നു. അതിന് ആവർത്തന പുസ്തകത്തിലേക്കൊന്ന് വരണം. ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൽ 6-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തിൽ വായിക്കുമ്പോ ഒരിക്കലും തോൽപ്പിക്കാൻ പറ്റാത്ത ഒരു ദൈവിക ഭക്തിയെ വെളിപ്പെടുത്തുന്നു. അനന്യമായ ഭക്തി. അവിടെ ഇങ്ങനെ പറയുന്നു: ഒരിക്കലും ഒരു ആത്മീകൻ ഭാഗികമായ ആരാധന കൊണ്ട് നിൽക്കേണ്ടവന് അല്ല. അതിനപ്പുറത്ത് അവൻ ദൈവത്തെ മനസ്സിലാക്കുന്നുവെങ്കിൽ പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തണം, ദൈവത്തെ ആരാധിക്കണം, ദൈവത്തെ സ്നേഹിക്കണം എന്നുള്ള കാഴ്ചയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഭാഗികമായ ഒരു ആരാധന ദൈവം അംഗീകരിക്കുന്നില്ല. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് വചനം പറയുന്നത് 2 യജമാനന്മാരെ ഒരുപോലെ സേവിക്കാൻ എന്ത് ചെയ്യത്തില്ല. അപ്പം 1-ാമത്തെ യജമാനൻ ദൈവമാണെങ്കിൽ 2-ാമത്തെ യജമാനൻ പണമായിരിക്കുമ്പോ ഇത് രണ്ടും ഒരു ആത്മീയനെ സംബന്ധിച്ച് ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് ഈ തിരുവഴുത്ത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മൾ അതിൽ നിന്നേ ഒരു ശ്രദ്ധ നമ്മൾ കൊടുത്തേ മതിയാക്കിക്കൊണ്ട്. പ്രൈസ് ദി ലോർഡ്. അതായത് 2 സ്നേഹങ്ങൾ 2 നഗരങ്ങളെയാണ് സൃഷ്ടിക്കുന്നത്. ദൈവത്തിന്റെ സ്നേഹം ദൈവത്തിന്റെ നഗരത്തെ സൃഷ്ടിക്കുമ്പോൾ സ്വാർത്ഥത മനസ്സിലാക്കുക, ദൈവത്തെ അവഗണിച്ചുകൊണ്ട് ഭൂമിയിൽ മറ്റൊരു നഗരത്തെയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ദൈവത്തിന്റെ രാജ്യം വളരാൻ അനുവദിക്കണം. ദൈവരാജ്യത്തിൽ വളരണമെന്ന് ആവശ്യമായ എല്ലാ മൂല്യങ്ങളും നമ്മൾ കൊണ്ടുവരണം. അതിനുവേണ്ടി എന്തു ത്യാഗം സഹിക്കേണ്ടി വന്നാലും നാം തയ്യാറായ മതിയാകുകയുള്ളൂ എന്ന് ഇവിടെ വ്യക്തമാക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിനും സ്വത്തിനും ഇടയിൽ വിഭജിക്കപ്പെട്ടിരിക്കുന്ന ഒരു വിഷയം ഇവിടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ മധ്യത്തിൽ കൊണ്ടുവരികയാണ്. അപ്പൊ ഒരു വ്യക്തിക്ക് യഥാർത്ഥമായ സമാധാനം കൊണ്ടുവരണമെങ്കിൽ അവനിൽ ദൈവത്തിന്റെ രാജ്യം വളരണം. ദൈവത്തിന്റെ സമ്പത്ത് കൊണ്ടവന്നറിയണം. ഭൂമിയിലെ സമ്പത്ത് അവന്റെ ഹൃദയത്തെ ഭരിക്കാൻ തയ്യാറായ മനസ്സിലാക്കുക,
അത് ഒരിക്കലും ശാശ്വത നിലവാരത്തിലേക്ക് കൊണ്ടെത്തുകയില്ല എന്ന് ഇവിടെ ദൈവമക്കൾ മനസ്സിലാക്കുക. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നു? ഹല്ലേലൂയ. സ്വത്തുക്കൾ എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തെ ഭരിക്കാൻ അനുവദിക്കരുത്. സൗന്ദര്യം നമ്മുടെ ഹൃദയത്തെ ഭരിക്കാൻ അനുവദിക്കരുത്. ഭൂമിയിലെ അറിവുകൾ ഒന്നും തന്നെ നമ്മുടെ ഹൃദയത്തെ എന്ത് ചെയ്യരുത്? ഭരിക്കാൻ അനുവദിക്കരുത്. നമ്മുടെ ഹൃദയത്തെ ഭരിക്കേണ്ടത് ദൈവമാണ്. ദൈവത്തിന്റെ രാജ്യത്തിലുള്ള ആത്മീയ മൂല്യങ്ങളാണ് നമ്മളെ ഭരിക്കേണ്ടത്. നമ്മുടെ ഹൃദയം താഴ്മയെ കൊണ്ട് ഭരിക്കപ്പെടണം. നമ്മുടെ ഹൃദയം സൗമ്യത കൊണ്ട് പരിഹരിക്കപ്പെടണം. നമ്മുടെ ഹൃദയം ദൈവത്തിൻ്റെതാകുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും കൊണ്ട് നിറച്ചുകൊണ്ട് നമ്മുടെ ഹൃദയം ഭരിക്കപ്പെടണമെന്ന് ഇവിടെ വ്യക്തമായി ശക്തമായി കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഓക്കെ, ഇനി അതിന്റെ അടുത്ത മൂന്നാം ഭാഗത്തിലൂടെ നമുക്കൊന്ന് ചിന്തിക്കാം. എന്താണ് മൂന്നാം ഭാഗത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്? അതിന്റെ 25 മുതൽ 34 വരെയുള്ള ഒരു നീണ്ട വചനങ്ങൾ അവിടെ പറയുന്നു. ഒരു വലിയ പാരഗ്രാഫ് അവിടെ കാണിക്കുന്നുണ്ട്. അത് വളരെ ശ്രദ്ധേയമാണ്. അവിടെ എന്താണ് പറയുന്നത്? ഉത്കണ്ഠയിൽ നിന്നുള്ള ഒരു സ്വാതന്ത്ര്യം. മനുഷ്യൻ വിഷമത്തിൽ നിന്ന് രക്ഷപ്പെടണം. ഉത്കണ്ഠയിൽ നിന്ന് അവൻ രക്ഷപ്പെടണം. അതിന് യേശു ശക്തമായിട്ട് എല്ലാവർക്കും മനസ്സിലാക്കുന്ന രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമത് നമുക്ക് മനസ്സിലാക്കുന്ന യേശു എങ്ങനെയാണ് തുടങ്ങുന്നത്? ജീവനെ കുറിച്ച് പറയുന്നത് എന്ത് തിന്നും, എന്ത് കുടിക്കും, നിങ്ങളുടെ ശരീരത്തെ കുറിച്ച്, പിന്നെന്തോ പറയുന്നത് എന്ത് ധരിക്കും എന്നതിനെ കുറിച്ച്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും വിഷമിക്കേണ്ട എന്നൊരു ദൈവിക സന്ദേശമാണ്. ഏതൊരു മനുഷ്യനും ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് ആഹാരം, വസ്ത്രം, പാർപ്പിടം. ഇത് ആവശ്യമായ ഒരു ഘടകമാണ്. ഇതിനെക്കുറിച്ച് ക്രിസ്തു എന്താണ് പഠിപ്പിക്കുന്നതെന്ന് ശ്രദ്ധിക്കാമോ? പക്ഷെ ദൈവം പറയുന്നത് ഇങ്ങനെയാണ്, ഇതിനെക്കുറിച്ച് ഒന്നും നിങ്ങൾ വിഷമിക്കേണ്ട. അതിന് ഒരുപാട് ഉദാഹരണം സഹിതം വ്യക്തമാക്കുന്നു. വിതയ്ക്കുന്നതിനെ പറ്റിയും കൊയ്യുന്നതിനെ പറ്റിയൊക്കെ പറയുന്നു. അപ്പം വിതയ്ക്കുകയോ കൊയ്യുകയോ ചെയ്യാത്ത എന്നാൽ ദൈവത്താൽ പോഷിപ്പിക്കപ്പെടുന്നതും ആകാശത്തിലെ പശുക്കളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസാരിക്കുന്നു. ദൈവം ചെറിയ ജീവികൾക്കായിട്ട് എന്ത് ചെയ്യുന്നു? കരുതുന്നു എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ മക്കളെ എത്ര അധികമെന്ന് പരിശുദ്ധാത്മ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തിരുവെടുത്ത് പഠിക്കുന്ന ദൈവമക്കൾ മനസ്സിലാക്കണം, എല്ലാവരുടെ കണ്ണുകൾ എവിടേക്ക് നോക്കണം? ഹലോ, ദൈവത്തിങ്കിലേക്ക് നോക്കണം. തക്ക സമയത്ത് അവൻ എന്ത് ചെയ്യും? അതിനുള്ള ഭക്ഷണം അവയ്ക്ക് നൽകും എന്നാണ് വചനം പറയുന്നത്. അപ്പൊ ഉത്കണ്ഠ ജീവിതത്തിൽ, വിഷമകരമായ ജീവിതത്തിൽ ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ഇതിനു വേണ്ടി നമ്മൾ ഒരായുസ് മുഴുവൻ ചിന്തിച്ചാലും കണക്ക് കൂട്ടിയാൽ ഇതിന് പരിഹാരം ഉണ്ടാകത്തില്ല. അവൻ ചിന്തിക്കും തോറും അവൻ വിചാരപ്പെടുന്നതോടും നമ്മുടെ ഊർജം, നമ്മുടെ എനർജി നഷ്ടപ്പെടുന്നു എന്നിവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. അതിന് വയലിലെ താമരെ ഉപമിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന പ്രിയമുള്ളവരെ, ശലോമോനെ കുറിച്ച് പറയുന്നത്, ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ ഈ ദൈവത്തിന്റെ അത്ഭുതങ്ങളെ കണ്ടിട്ട്, ദൈവം ഭൂമിയിലുള്ള തന്റെ സംവിധാനത്തെ കണ്ടിട്ട് അവൻ അത്ഭുതപ്പെട്ടു പോയി. എത്രയോ മനോഹരമായി ആകാശത്തിലെ പറവകൾ സഞ്ചരിക്കുന്നു. അതുപോലെ ചിത്രശലഭങ്ങൾ, ഭൂമിയിലെ പൂക്കളുകൾ, ഇവയൊക്കെ എത്രയോ അന്തസ്സായിട്ട്, ശ്രേഷ്ഠമായിട്ട്, മനോഹരമായിട്ട് അവൻ നിലകൊള്ളുന്നു. ഇതിനൊക്കെ കണ്ടിട്ട് ഇത് ദൈവത്തിന്റെ മഹത്വം അല്ലയോ എന്ന് പറഞ്ഞ് വർണ്ണിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മളെ കുറിച്ച് ദൈവം എന്താണ് പറയുന്നത്? നമ്മൾ ജീവനുള്ള ദൈവത്തിന്റെ ശ്വാസം അനുഭവിക്കുന്ന ദൈവത്തിന്റെ മക്കൾ എന്നാണ്. നമ്മൾ നിക്ഷിപ്തമായിരിക്കുന്നത് ദൈവത്തിന്റെ ശ്വാസമാണ്. അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിലെ ദുർബലമായ അവസ്ഥകളെ പരിഹരിക്കുന്നു, ബലഹീനമായ അവസ്ഥകളെ ദൈവം പരിഹരിക്കുന്നു. വൈകൃതം നിറഞ്ഞിരിക്കുന്ന, വൈകല്യങ്ങൾ നിറഞ്ഞിരിക്കുന്ന സ്വഭാവങ്ങളെ ദൈവം പരിഹരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിനാൽ കഴിയാത്തതൊന്നുമില്ല എന്നിവിടെ ഉറപ്പിച്ചു പറയുകയാണ്. ഹലോ, വിശുദ്ധകരങ്ങൾ ദൈവത്തെ സ്തുതിച്ചാണ്. ഇത് ശാന്തമായിട്ട് നിങ്ങൾ കേട്ട് എന്റെ കൂടെ ഇങ്ങനെ വന്നാൽ മതി. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവിക പരിജ്ഞാനം, ദൈവത്താലുള്ള പൂർണ്ണത, ദൈവത്താലുള്ള കരുതൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം എല്ലായ്പ്പോഴും നിലനിർത്തിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഉത്കണ്ഠപ്പെടരുത്, വ്യാകുലപ്പെടരുത് എന്നിവിടെ വ്യക്തമാക്കിയാണ്. എന്നിട്ട് തീർന്നില്ല. അവസാന വാക്യം എന്താണ് പറയുന്നത്? മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ലഭിക്കും എന്ന് പറയുമ്പോൾ ഇതെല്ലാം എന്ന് പറയുന്നത് ഒരു ആഡംബരത്തെയല്ല സൂചിപ്പിക്കുന്നത്. ഇതെല്ലാം എന്ന് പറയുന്നത് അമിതമായ ആഗ്രഹത്തെയല്ല സൂചിപ്പിക്കുന്നത്, അമിതമായ താല്പര്യത്തെയല്ല സൂചിപ്പിക്കുന്നത്.
മനുഷ്യന്റെ ദൈനംദിന ആവശ്യത്തിന് ഘടകമാകുന്ന ഭക്ഷണവും ആഹാരവും വസ്ത്രവും നമ്മുടെ ആവശ്യ വസ്തുക്കളായിരിക്കെ ഒരിക്കലും നമ്മുടെ മനുഷ്യന്റെ ആത്മത്വത്തെ നിലനിർത്തുന്ന വൈകാരികമാകുന്ന ഈ ലോകത്തിലുള്ള ആഡംബരത്തെയോ അതിസാഹസമായ ചിന്തയിലേക്ക് നയിക്കുന്ന അറിവിലേക്കല്ല നമ്മൾ പോകേണ്ടത്. അതിനപ്പുറത്ത് താഴ്മയുടെയും സ്നേഹത്തിന്റെയും സൗമ്യതയുടെയും തലത്തിൽ നിന്നുകൊണ്ട് നമുക്ക് വേണ്ടുന്ന ഭക്ഷണത്തെയും നമുക്ക് വേണ്ടുന്ന വെള്ളത്തെയും വസ്ത്രത്തെയും ദൈവം ഇവിടെ തരുമെന്ന് ഈ വചനത്തിലൂടെ പ്രഖ്യാപിക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നാളെ കുറിച്ച് എന്ത് ചെയ്യരുത്, വിഷമിക്കണ്ട. കാരണം നാളെ സ്വന്തം കാര്യങ്ങളെ കുറിച്ച് വിഷമിക്കും. ഇന്നത്തെ ദോഷം മാറണം, ഇന്നത്തെ നമ്മുടെ സ്വന്തം കഷ്ടത മാറണം എന്ന് വചനം വ്യക്തമായി പഠിപ്പിക്കുകയാണ്. ഇനി നമുക്കൊന്ന് ചില നിമിഷങ്ങളിലൂടെ നമുക്കൊന്ന് ഗ്രഹിപ്പാൻ കടന്നു വന്നിട്ട്, നിങ്ങൾ ക്ഷീണിച്ചു പോകരുത്, നിങ്ങൾ ധൈര്യപ്പെട്ടിരിക്കുക. അതുകൊണ്ട് തിരുവെടുത്ത് പറയുന്നു, ഒന്നാമതായി കണ്ണ് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പഠിപ്പിക്കുന്നു. എങ്ങോട്ടുള്ള ശ്രദ്ധ? ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കാനുള്ള ഒരു ശ്രദ്ധയിലേക്ക് നമ്മുടെ ആന്തരിക കണ്ണ് തയ്യാറാകണം. ഭൗതിക മോഹങ്ങളിൽ അടിമപ്പെടാതെ മുഴു ശ്രദ്ധയും മുഴു കാഴ്ചപ്പാടും ക്രിസ്തുവിലേക്ക് വളരണമെന്ന് ദൈവം ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഉത്കണ്ഠയിൽ വളരേണ്ട ആവശ്യം വരികയില്ല, ഡിപ്രഷനിൽ വളരേണ്ടുന്ന ഒരു ആവശ്യം വരികയില്ല, നിങ്ങൾ ഒരിക്കലും നിരാശനായി വളരേണ്ടുന്ന ഒരു ആവശ്യകത വരികയില്ല എന്ന് പരിശുദ്ധാത്മാ ഇവിടെ ബുദ്ധിപദേശിക്കുകയാണ്. എന്തിനാ നിരാശ വളർത്തുന്നത്? എന്തിനാണ് ടെൻഷൻ വളർത്തുന്നത്? എന്തിനാണ് ബലഹീനത വളർത്തുന്നത്? എന്തിനാണ് തോറ്റുപോയി എന്ന് പറയുന്ന ചിന്തയിലേക്ക് മടങ്ങുന്നത്? അതുകൊണ്ട് ഇവിടെ വളർത്തിയെടുക്കാൻ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അതിന് നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണ് തുറക്കണമെന്ന് വചനം പറയുന്നു. ഉയരത്തിലേക്കുള്ളതിലേക്ക് നമ്മുടെ ദൃഷ്ടി പതിപ്പിക്കണമെന്ന് പറയുന്നു. എത്ര പേർക്ക് ആമേൻ സ്തോത്രം ചെയ്യാൻ കഴിയും? ഹലോ, വിശുദ്ധ കാര്യങ്ങളിൽ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാണ്. ഹല്ലേലൂയ. എല്ലാവരും ആമേൻ ദൈവത്തെ സ്തുതിച്ചാണ്. അപ്പൊ തിരുവെടുത്ത് പറയുന്നു, 2 യജമാനന്മാരെ കുറിച്ച് പഠിപ്പിക്കുന്നു അല്ലേ? ഓരോ ഹൃദയത്തിനും ഒരു സിംഹാസനമുണ്ട്. എല്ലാവരും ചേർന്ന് പറഞ്ഞാൽ, ഓരോ ഹൃദയത്തിനും എന്തുണ്ട്? ഒരു സിംഹാസനമുണ്ട്. ഇത് നല്ല ആത്മീയ അർത്ഥമുള്ള ഈ വചനങ്ങളെ നമ്മളൊന്ന് അയവിറക്കി ഗ്രഹിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഹല്ലേലൂയ, നമ്മൾ ശക്തിയോടെ നിൽക്കാൻ ഇടയാകും. അതുകൊണ്ട് ഈ സിംഹാസനത്തിൽ ഒരാൾക്ക് മാത്രമേ ഇരിക്കാൻ കഴിയുകയുള്ളൂ. എല്ലാവരും പറഞ്ഞാത്ത, ഓരോ ഹൃദയത്തിനും എന്തുണ്ട്? ഒരു സിംഹാസനമുണ്ട്. ആ സിംഹാസനത്തിൽ ആർക്കാ ഇരിക്കാൻ പറ്റുന്നത്? ഒരാൾക്കേ ഇരിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് തിരുവെടുത്ത് പറയുന്നത്, ദൈവത്തെ സേവിക്കുന്നതിന് മാമോനെ ഒരിക്കലും എന്ത് ചെയ്യരുത്? ഈ സിംഹാസനത്തിൽ ഇരുത്തരുത്. ഈ സിംഹാസനത്തിൽ നിന്നും മാമോനെ പുറത്താക്കണം. നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ ഒന്ന് ചോദന ചെയ്യുക. ഇപ്പൊ നിങ്ങളുടെ ഹൃദയം എന്ന സിംഹാസനത്തിൽ ആരാ ഇരിക്കുന്നെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കൂ. അപ്പോൾ നമുക്ക് പരിഹാരം ഉണ്ടാകത്തുള്ളൂ. പക്ഷികളെ കുറിച്ചും താമരപ്പൂക്കളെ കുറിച്ചും എത്ര ശക്തമായ നിലയിലാണ് പറയുന്നത്. അവിടെ വിശ്വാസം പഠിപ്പിക്കുകയാണ്. സൃഷ്ടി ദൈവത്തിന്റെ വിശ്വസ്തതയുടെ ഒരു ജീവനുള്ള പ്രസംഗമായി മാറുന്നു. ഓരോ സൃഷ്ടിയെ നിങ്ങൾ നോക്കുക, അതിന് ഒരുപാട് പ്രസംഗിക്കാനുണ്ട്. മൃഗങ്ങളെ നോക്കുക, അത് അതിങ്ങളുടെ ജീവിത ചരിത്രം പറയും. പക്ഷികളെ നോക്കുക, അത് അതിങ്ങളുടെ ജീവിത ചരിത്രം പറയും. ഹല്ലേലൂയ. ആകാശത്തിലെ സകലത്തിന്മേലൊന്നും നിങ്ങളൊന്ന് ദൃഷ്ടി പതിപ്പിച്ച് അതുങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ചരിത്രം പറയാനുണ്ട്. അങ്ങനെയെങ്കിൽ എന്നെ നിങ്ങളെയും കുറിച്ച് ഒന്ന് ചിന്തനം ചെയ്യുക. ജനിച്ച നാള് മുതൽ ഈ സമയം വരെ നമുക്കൊരു ചരിത്രമുണ്ട്. നമുക്കൊത്തിരി പരാജയങ്ങളും വിജയങ്ങളും കാണാം. ഒത്തിരി തോറ്റുകൊടുത്ത അനുഭവങ്ങളും നേടിയെടുത്ത അനുഭവങ്ങളും നമുക്ക് കാണാം. ഒത്തിരി കല്ലും മുള്ളും നിറഞ്ഞ അനുഭവങ്ങളെ നമുക്ക് കാണാം. പക്ഷെ ഇവിടെയെല്ലാം നമുക്ക് ആവശ്യമാകുന്നത് ദൈവത്തിലുള്ള വിശ്വാസം എങ്ങനെയാണെന്നുള്ളതാണ്. ഇവിടെ തിരുവെടുത്ത് പറയുന്നു, പക്ഷികളെ നിങ്ങൾ നോക്കുക, അവ ഉത്കണ്ഠയില്ലാതെ പാടുന്നു. അവർക്ക് വിഷമം എന്തെന്ന് അവർക്ക് അറിയുന്നില്ല, അവർ പാടുകയാണ്. പൂക്കളെ നോക്കുക, അവർ അധ്വാനമില്ലാതെ എന്ത് ചെയ്യുകയാണ്? വിരിയുകയാണ്. ആരും അവരെ എന്ത് ചെയ്യുന്നില്ല, വളർത്തുന്നില്ല. പക്ഷേ അവർ വളരുന്നു, അവർ വിരിയുന്നു. അങ്ങനെയെങ്കിൽ വിശ്വാസികളെ കുറിച്ച് ദൈവവചനം പറയുന്നത് എന്താണെന്നറിയാമോ? ഹല്ലേലൂയ, നിങ്ങൾ വിശ്വാസത്തിൽ വളരണം. നിങ്ങളെ വളർത്തുന്ന ഒരു ദൈവം ഉയരത്തിലുണ്ട് എന്ന് ഇവിടെ വിശുദ്ധ വേദപുസ്തകം വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് വിശ്വാസത്തിനും മാത്രമേ നമ്മുടെ തോൽച്ചു എന്ന് പോകുന്ന ഘടകത്തിൽ നിന്നും ജയമെടുക്കാൻ കഴിയുകയുള്ളൂ.
വിശ്വാസത്തിന് മാത്രമേ നമ്മൾ ഒറ്റപ്പെട്ടു എന്ന് ചിന്തിക്കുന്ന സ്ഥാനത്തുനിന്നും ജയമെടുക്കാൻ കഴിയുകയുള്ളൂ. വിശ്വാസത്തിനു മാത്രമേ ഞാൻ ഏകനല്ല, എന്റെ ദൈവം എന്റെ കൂടെ ഉണ്ട് എന്നുള്ളത് ഒരു ബോധ്യത്തിലേക്ക് വരികയുള്ളൂ. നിങ്ങൾ വിശ്വാസം നഷ്ടപ്പെട്ടു പോയോ, നിങ്ങൾ താളടിയായി പോകും. നിങ്ങൾ രണ്ടു വള്ളത്തിൽ കാൽ വയ്ക്കുന്ന ഒരു അനുഭവത്തിലേക്ക് മാറും. അതുകൊണ്ട് നമ്മുടെ സിംഹാസനത്തിൽ ഒരുവനെ ഇരിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് മാമോനെ പുറത്താക്കണം. യജമാനനായ വാസ്തവത്തിൽ ആരാണ്? സർവശക്തനെ ഇരുത്താനിടയാകണം. അങ്ങനെ ഇരുത്താൻ തയ്യാറാകുമ്പോൾ നമ്മുടെ സ്ഥിതിഗതികൾക്ക് മാറ്റമുണ്ടാകുമെന്ന് ഈ വേദഭാഗം നമ്മളെ ചൂണ്ടിക്കാണിക്കുകയാണ്. അതുകൊണ്ട് ക്രിസ്തുനാഥൻ പറയുന്നത് ഇങ്ങനെയാണ്: ആദ്യം ദൈവത്തിന്റെ രാജ്യം അന്വേഷിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഭരിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ യുദ്ധം നിറവേറണം. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ നീതിയുമായി നിങ്ങൾ യോജിച്ചു പോകണം. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് എപ്പോഴും വിറുവിറുപ്പില്ലാതെ, അവലാതിയില്ലാതെ, ചാഞ്ചാട്ടമില്ലാതെ എപ്പോഴും പര്യാപ്തമായ സ്ഥായിയായ ഒരു സന്തുഷ്ടമായ അനുഭവത്തിലേക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുകയുള്ളൂ എന്ന് ദൈവത്തിന് ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. മനുഷ്യൻ സമൃദ്ധിയിലേക്ക് പോകാനുള്ള ഒരു വളർച്ചയാണ് കാണുന്നത്. മനുഷ്യൻ വെട്ടിപ്പിടിക്കണമെന്നുള്ള ചിന്തയോടുകൂടെയാണ് വളരുന്നത്. മനുഷ്യൻ മറ്റുള്ളവരെ തോൽപ്പിക്കണമെന്നുള്ള ചിന്തയോടുകൂടിയാണ് വളരുന്നത്. മനുഷ്യൻ എപ്പോഴും ഒരുവനെ ഇല്ലാതാക്കണമെന്നുള്ള ചിന്തയാണ് വളരുന്നത്. ആരൊക്കെ തോറ്റാലും എനിക്ക് ജയിക്കണമെന്നുള്ള ചിന്ത ഭരിക്കുന്നിടത്തോളം കാലം ഇന്നല്ല നാളെ നമുക്കൊരു പരാജയം ഏറ്റുവാങ്ങാം. എത്ര പേർക്ക് ആമേൻ പറഞ്ഞ് സ്തോത്രം ചെയ്യാൻ കഴിയും? നാം എല്ലാവരും ദൈവത്തിന്റെ സൃഷ്ടിയാണ്. നമുക്കൊരിക്കലും ആരെയും അളക്കാൻ പറ്റത്തിൽ. അവൻ ഉയർന്നവനാണ്, ഇവൻ താഴ്ന്നവനാണ്, അവൻ കറുത്തവനാണ്, ഇവൻ വെളുത്തവനാണ്, അവൻ ആ ജാതിപ്പെട്ടവനാണ്, ഈ ജാതിപ്പെട്ടവനാണ്. ഇങ്ങനെയുള്ള വക ചിന്തിക്കുന്നത് പോലും നമ്മളെ അപകടത്തിലേക്ക് നയിക്കുമെന്ന് ഈ വചനം ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് സൗന്ദര്യം തന്നെങ്കിൽ അത് ദൈവത്തിന്റെ അനുഗ്രഹം എന്ന് കണ്ടുകൊള്ളുക. നമുക്ക് ആരോഗ്യമുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ സഹായമാണെന്ന് കണ്ടുകൊള്ളുക. ഈ നാളെ ഈ ആരോഗ്യത്തെ ക്ഷീണിപ്പിക്കാൻ ദൈവത്തിന് കഴിയും. സൗന്ദര്യത്തെ ഇല്ലായ്മപ്പെടുത്താൻ ദൈവത്തിന് കഴിയും. നിസ്സാരമായ വിഷയങ്ങൾക്ക് പോലും ആത്മഹത്യ ചെയ്യുന്ന ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. അപ്പൊ ഇവിടെ ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ വരണം. എല്ലാവരും പറഞ്ഞാട്ടെ, ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ വരണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപ കൂടെ വരണം. നമ്മുടെ വർത്തമാന കാലഘട്ടത്തിൽ വിശ്വാസത്തിന് കോട്ടം വരാതെ, വചനം അന്യപ്പെട്ടു പോകാതെ ദൈവ സാന്നിധ്യം നമ്മുടെ വിശ്വാസത്തെ വളർത്തണം. ദൈവത്തിന്റെ സാന്നിധ്യം വചനത്തെ ഉറപ്പിക്കണം. ഹല്ലേലൂയ. നമ്മുടെ ദൈനംദിനമായ ജീവിതത്തിൽ വളരാൻ സാധ്യതയുള്ള മേഖലകളാണ് ഉത്കണ്ഠ, വളരാൻ സാധ്യതയുള്ള മേഖലകളാണ് നിരാശ, അപകർഷതാബോധം. ഹല്ലേലൂയ. അതുകൊണ്ട് വളരാൻ സാധ്യതയുള്ള ഒരുപാട് നെഗറ്റീവ് അനുഭവങ്ങൾ വളരുമ്പോൾ അതിന്റെ നടുവിൽ ഇവിടെ വിശ്വാസം കൈമുതലായി കണ്ടുകൊണ്ട് സത്യം വളരണം, നീതി വളരണം, ധാർമ്മികത വളരണം, താഴ്മയും വിനയവും സഹിഷ്ണുതയും വളരണം. ദൈവം നമ്മുടെ ഹൃദയത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കണം. ദൈവം നമ്മുടെ ഹൃദയത്തെ ഭരിക്കണം, നമ്മുടെ ശരീരത്തെ ഭരിക്കണം, നമ്മുടെ സമ്പത്തിനെ ദൈവം ഭരിക്കണം, നമ്മുടെ കുടുംബത്തെ ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിധേയപ്പെടണം. സ്വോത്രം ചെയ്യാൻ കഴിയേ? മനസാക്ഷിയെ മരവിപ്പിച്ചു കളയുന്ന സംഭവങ്ങളാണ് ഇന്നിവിടെ കാണുന്നത്. പിശാചിന്റെ ചാട്ടവാറടികളാണ് ഇന്നിവിടെ നടക്കുന്നത്. ഹല്ലേലൂയ. പ്രായഭേദമെന്നെ പിശാച് സകല ശക്തിയോടും കൂടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പ്രായമുള്ളവർ പിഞ്ചു കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. കുടുംബത്തിനകത്ത് തന്നെ ഹല്ലേലൂയ വൈകൃതമായ മൃഗമായ പ്രവർത്തികൾ നടക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് തള്ളിക്കളയാൻ പറ്റുമോ? അതുകൊണ്ട് പിശാച് മുഴുബലത്തോടെ തന്റെ ചാട്ടയെടുത്തുകൊണ്ട് ജനത്തെ കൊല്ലുവാനും മുടിപ്പിക്കാനും നശിപ്പിക്കുവാനും ഇല്ലായ്മ ചെയ്യുവാനും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ ലോകത്തിലെ ശക്തികൾ ഒന്നടങ്ങി നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചുകൊണ്ട് മുഴുമഹത്വത്തോടെ ഈ ലോകത്തിലെ ചിന്തകളും വികാരങ്ങളും അനുഭവങ്ങളും വളർത്താൻ തയ്യാറാകുമ്പോൾ നമ്മൾ മാറി നിൽക്കരുത്. ദൈവത്തെ കണ്ടുമുട്ടുവീ, ദൈവത്തെ അറിയുവീ, ദൈവിക ജ്ഞാനത്തിലേക്ക് ഓടി വരുവീ. എപ്പോഴും മുഖം പ്രസാദിച്ച് നിൽക്കണമെന്ന് ആരാഗ്രഹിക്കുന്നത്? ദൈവം ആഗ്രഹിക്കുന്നു. പക്ഷേ മിനിറ്റുകൾക്കുള്ളിൽ മുഖം മാറി മാറി പോകുക. ഹൃദയം മിനിറ്റുകൾക്കുള്ളിൽ, സെക്കൻഡിനുള്ളിൽ പലമായ ചിന്തകൾ കടന്നു വരികയാണ്.
നമ്മൾ എല്ലാവരും ചേർത്ത് നിർത്തണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ചേർത്ത് നിർത്താൻ പറ്റാതെ പോകുന്നു. കുഞ്ഞുങ്ങൾ കൂടെ നിൽക്കുമെന്ന് വിശ്വാസം ഉണ്ടായിട്ട് പോലും കുഞ്ഞുങ്ങൾ അകന്നു പോകുന്നു. കുടുംബത്തിൽ ഭാര്യ ഭർത്താവ് ഒന്നല്ല, രണ്ട് ശരീരമല്ല, ഒന്നാണെന്ന് പറയുമ്പോൾ രണ്ട് ശരീരമായി മാറിപ്പോകുന്നു. ദൈവത്തിന്റെ നിയമത്തെ അകറ്റുന്ന, സത്യത്തെ അകറ്റുന്ന, വിശ്വാസത്തെ അകറ്റുന്ന, ആത്മീയ മൂല്യങ്ങളെ അകറ്റുന്ന ഈ ലോകത്തിലെ ചിന്തകളും അറിവുകളും ജ്ഞാനങ്ങളും വളരുമ്പോൾ നമ്മളും മടിച്ചു നിൽക്കരുത്, ഉറച്ചു നിൽക്കുവീൻ. അതാണ് ക്രിസ്തു പറയുന്നതിന് മുമ്പ് അവന്റെ രാജ്യം അന്വേഷിപ്പീൻ. അത് വളരെ ആവശ്യമായ ഒരു ഘടകമാണെന്ന് വ്യക്തമായി ഓർമ്മിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. യേശു നമുക്ക് സന്തോഷം നൽകാനാണ് വന്നിരിക്കുന്നത്. യേശു നമുക്ക് സ്വർഗീയ സമൃദ്ധിയുടെ ആഴത്തിലേക്ക് കടന്നു പോകാനാണ് നമുക്ക് മധ്യ കടന്നു വന്നിരിക്കുന്നത്. ഉത്കണ്ഠയില്ലാതെ ജീവിക്കാൻ കഴിയുന്ന ഓരോ മിനിറ്റും നമുക്കുണ്ടാകണമെന്നാണ് യേശു ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ആകാശത്തിലെ പറവകളെ നോക്കുവീ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല, എങ്കിലും അവയെ നടത്തുന്ന ദൈവമല്ലയോ എന്നിവിടെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ വ്യാകുലപ്പെടുന്നത് എന്തിനു വേണ്ടിയാണ്? നാളെ കുറിച്ചല്ലയോ? നാളെ എനിക്ക് മറ്റുള്ളവനേക്കാൾ വലിയവനാകണം, മറ്റുള്ളവന്റെ സമ്പത്തിനേക്കാൾ കുറച്ച് ഡിപ്പോസിറ്റ് എനിക്കുണ്ടാകണം, മറ്റുള്ളവരുടെ വീടിന്റെ ഫെസിലിറ്റിയേക്കാൾ എന്റെ വീടിന്റെ ഫെസിലിറ്റി ഉണ്ടാകണം, മറ്റുള്ളവർ നാളെ അവ 1 ലക്ഷത്തിന്റെ പത്രം ധരിക്കുന്നുവെങ്കിൽ അതിനേക്കാൾ അപ്പുറത്ത് 2 ലക്ഷത്തിന്റെ പത്രം ധരിക്കണം. നാളെ കുറിച്ച് വ്യാകുലപ്പെട്ട് ചിന്തപ്പെട്ട് മനസ്സ് കലങ്ങി മറിയുന്ന ഒരു ഭൗതിക വളർച്ചയല്ല ഇവിടെ ആവശ്യം. എത്ര പേർക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നു പ്രിയരെ? വിശുദ്ധ കാര്യങ്ങൾ ദൈവത്തെ സ്തുതിച്ചാണ്. നിസ്തുല്യമായ ഒരു ജീവിതം നയിക്കാൻ ഇന്ന് രാത്രി തയ്യാറാണോ? സമാധാനമുള്ള ഒരു ജീവിതം നയിക്കാൻ ഇന്ന് രാത്രി തയ്യാറാണോ? ക്രിസ്തുവിന്റെ താഴ്മയും വിധേയത്വവും ഗ്രഹിച്ചു കൊള്ളുക. ക്രിസ്തു പറയുന്നു, എന്റെ ഇഷ്ടമല്ല പിതാവേ അങ്ങയുടെ ഇഷ്ടം മതി എന്ന് പറഞ്ഞുകൊണ്ട് ദുഃഖത്തെയും വെല്ലുവിളികളെയും മുറിപ്പാടുകളെയും ആമെ സ്വീകരിക്കാൻ തയ്യാറാകുന്ന ക്രിസ്തുവിനെ മറക്കരുത്. ക്രൂശിക്കപ്പെടുമ്പോൾ ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായിക ഇവരോട് ക്ഷമിക്കണമെന്ന് പറയുന്ന ഹൃദയത്തിന്റെ ആ താളം മനസ്സിലാക്കണം. ആ താളം നമ്മളിൽ ഭരിക്കണം. നമ്മളിൽ അസൂയ വളരരുത്, ദുഷ്ടത വളരരുത്. വളരാൻ ഘടകമാകുന്ന ഒരുപാട് സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട്. അത് നമ്മളെ തോൽപ്പിക്കും, നമ്മളെ നിരാശപ്പെടുത്തും, നമ്മളെ കുടുംബത്തെ തകർത്ത് കളയും. അത്യാഗ്രഹം കണ്ണിനെ അന്ധമാക്കുന്നു എന്ന് മനസ്സിലാക്കുക. അത്യാഗ്രഹം കണ്ണിനെ എന്ത് ചെയ്യുന്നു? ഉറക്കെ പറഞ്ഞാട്ട്. ഹലോ, അത്യാഗ്രഹമുണ്ടോ? കണ്ണിനെ അന്ധമാക്കും. ഔദാര്യമുണ്ടോ? ഔദാര്യമുണ്ടോ? ആ മനസ്സുണ്ടോ? വെളിച്ചത്താൽ നാം നിറയപ്പെടും. എത്ര പേർക്ക് ആമേൻ പറഞ്ഞ് സ്തോത്രം ചെയ്യാൻ കഴിയും? സൗമ്യത എന്നുള്ളത് വിളംബരം ചെയ്യാനുള്ളതാണ്, അത് കൈമാറ്റം ചെയ്യാനുള്ളതാണ്. താഴ്മ അത് കൈമാറ്റം ചെയ്യണം, സ്നേഹം കൈമാറ്റം ചെയ്യണം. ഹൃദയം സത്യസന്ധതയോടെ സംസാരിക്കണം. കണ്ണുകൾ നന്നായി കാണാൻ കഴിയട്ടെ, ഹൃദയം നന്നായി അമ്മ സംസാരിക്കട്ടെ. ഹൃദയത്തിലുള്ളതല്ലോ വാ സംസാരിക്കുന്നത്. ഹൃദയത്തിൽ ദുഷ്ടത ഉണ്ടെങ്കിൽ, ഹൃദയത്തിൽ അശുദ്ധി ഉണ്ടെങ്കിൽ അതല്ലയോ വെളിപ്പെടുക. അതുകൊണ്ട് ഹൃദയം ശുദ്ധമായിരിക്കണം. ഹൃദയത്തിൽ വളരേണ്ടുന്ന ആത്മീയ മൂല്യങ്ങൾ വളരണം. ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് നാളെക്കുറിച്ച് ആകുലത, നാളെക്കുറിച്ചുള്ള ആകുലത നമ്മളെ കവർന്നെടുക്കരുത്. വിശ്വാസം നമ്മുടെ വർത്തമാന കാലഘട്ടത്തെ എന്ത് ചെയ്യുന്നു? വിശുദ്ധീകരിക്കാനിടയാകും. വിശ്വാസം നമ്മുടെ വർത്തമാന കാലഘട്ടത്തെ വിശുദ്ധീകരിക്കാൻ കഴിയും. ആരിലുള്ള വിശ്വാസം? മാമോനിലുള്ള വിശ്വാസം വേണോ അതോ ദൈവത്തിലുള്ള വിശ്വാസം വേണോ? നമ്മുടെ ശരീരത്തിനകത്ത് ഒരു ഹൃദയമേ ഉള്ളെങ്കിൽ, നമ്മുടെ ശരീരത്തിനകത്ത് ഒരേ ഒരു സിംഹാസനം ഉള്ളെങ്കിൽ ആ സിംഹാസനത്തിൽ ആരെ ഇരുത്തണം? ഉറക്കെ പറഞ്ഞാട്ട് ആരെ ഇരുത്തണം? നിങ്ങൾ സന്തോഷമാണോ? ഗാഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.